ഞാനും വേറൊരു ചെക്കനും കൂടി ആണെങ്കിൽ നമ്മൾ ഇത്രയും ഒബ്ജക്ടിഫൈഡ് ആവില്ല, ഇത്രയും റീച്ച് നമുക്ക് പോകില്ല. പക്ഷെ ചേച്ചി വന്നു, ചേച്ചി ക്ലീവേജ് പോലും കാണിക്കണ്ട, യൂഷ്വലി ഇടുന്നതിൽ നിന്നും ഒരിത്തിരി ഇറക്കം ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഫോക്കേഴ്സാണ്. ചേച്ചി ഒരു സ്ത്രീയും പെട്ടെന്നൊരു ആൺകുട്ടിക്ക് കൊടുക്കാത്തൊരു സംഭവമാണ് എനിക്ക് തന്നത്. ആൻഡ് ഐ എം റിയലി താങ്ക് യു ഫോർ ദാറ്റ്. അവിടെ 3 സ്ത്രീകളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു ആൺകുട്ടിയുടെ അടുത്ത് മോൻ ഇതാണോ വേണ്ടത്, മോന് വീഡിയോ ചെയ്യാനല്ലേ, മോന് പച്ച പിടിക്കണം, മോൻ വന്നോ, മോൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ താമസിക്കുമ്പോൾ ഹീസ് എ ഗേ. ഇതായത് കൊണ്ട് മാത്രം ഇതെന്ന് പറയാൻ പറ്റില്ല. സി നമ്മള് പരസ്പരം ഉള്ള ഒരു ബോണ്ടിങ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന്റെ മെയിൻ. റൊമാൻറ്റിക് ലുക്ക് വരണമല്ലോ, ചേച്ചി റൊമാൻറ്റിക്കില് നോക്ക്, റൊമാൻറ്റിക് നോക്കി, ഇവിടെ റൊമാൻറ്റിക് വരണില്ല ചേച്ചി ഇങ്ങനെ ചേച്ചി മുടിയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴേക്കും അവന്റെ മൂക്കിൽ കയറി പോകും. ഇങ്ങനെയല്ല, ഇങ്ങനെ ഇട്. അതായത് തുടക്കം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ ജോലിയാണെങ്കിലും ഞാനത് ഉണ്ടാക്കി കൊടുക്കും. അതിപ്പോ ലെഗിങ്സ് ഇട്ടിട്ടാണെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടാണെങ്കിലും. അതായത് കൊച്ചുപിള്ളേര് മാത്രമല്ല സൈബർ ബുള്ളിങ് നടത്തുന്നത്. കൊച്ചുപിള്ളേര് മാത്രമല്ല, കൊച്ചുപിള്ളേരും ഉണ്ട്. കൊച്ചുപിള്ളേരുടെ ബുദ്ധിവികാസമുള്ള വലിയ പിള്ളേരുണ്ട്. എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം ഒന്നും അറിയില്ല. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തുപ്പൽ പൊട്ടാസും ചേച്ചി ഗോപിയാണ്. നമസ്കാരം. ഈ തുപ്പൽ എന്ന് പറയുന്നതേ നമ്മുടെ നാട്ടിൽ മരുന്നൊക്കെ ആയിട്ട് പറയാറുണ്ട്. അതായത് പൊള്ളിയാൽ ആദ്യം പറയുന്നത് ആ തുപ്പലെടുത്ത് തൊടാനാണ് പറയുന്നത്. പെട്ടെന്ന് അത് കുറയും. പിന്നെ നിങ്ങളുടെ പേര് ഞാൻ കേട്ടിരുന്നു, തുപ്പൽ പൊട്ടാസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വായിൽ വെച്ചിട്ടുണ്ട്. ചില സമയം പട്ടത്തിപ്പൂ എന്ന് കേട്ടിട്ടുണ്ടോ? പട്ടത്തിപ്പൂ എന്ന് പറഞ്ഞാൽ അതിന് പേര് പറയുന്നത് എന്താ? കനകാംബരം. അത് ഞങ്ങളുടെ നാട്ടിൽ പട്ടത്തിപ്പൂ എന്നാ പറയുന്നത്. മനസ്സിലായോ? മഞ്ഞ കളറുള്ള തലേ ചൂടുന്നത്. അതിൻ്റെതില്ലേ, അതിന്റെ എടുത്തിട്ട് നാക്കിൽ വെച്ചാലും പൊട്ടും. മറ്റേ തുപ്പൽ പൊട്ടാസ് പോലെ പെട്ടെന്ന് പൊട്ടത്തില്ല, എന്നാലും പൊട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്നത്, പ്രേക്ഷകർ ഇവരുടെ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്ന ഒരുതരം ചെടിയാണ് നാട്ടിൽ വളരുന്ന. ഈ 90s കിഡ്സിനൊക്കെ ഇവരെ അറിയത്തുള്ളൂ, 2K കിഡ്സിനെ അറിയത്തില്ല. പക്ഷെ 2K കിഡ്സിന് നിങ്ങളെ അറിയാം. അതാണ് അവരുടെ മുന്നിലാണ് നിങ്ങൾ പിടിച്ചിടിച്ച് നിൽക്കുന്നത്. അപ്പം ഗോപികേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വീഡിയോയിലൂടെ കണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞൊരു വാചകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആലോചിച്ചത് നിങ്ങളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്താൽ കൊള്ളാമെന്ന്. നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു തോട്ടുണ്ട്. അതായത് ഒരു ആണിനും പെണ്ണിനും ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊരു തോട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ. കാരണം വെച്ചാൽ വീട് കിട്ടത്തില്ല, എല്ലാം ഭയങ്കര പ്രശ്നമാണ്. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ചേച്ചിയും അനിയനുമായി നിന്നുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നു. അതിലപ്പുറം നിങ്ങൾക്ക് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആക്ച്വലി നിങ്ങൾ എന്താണ്? അത് തന്നെയാണ്, ആ മെസ്സേജ് തന്നെയാണ്. അല്ല, നിങ്ങൾ ഇതിന് മുന്നിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒത്രയും സ്ട്രഗിൾസ് കിട്ടി? ഒരുപാടുണ്ട്. എന്താ പറയുക അല്ലെ, എങ്ങനെ പറയും? സ്ട്രഗിൾസ് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അങ്ങനെ റിയൽ ലൈഫിലാണെങ്കിലും നമ്മൾക്ക് സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ കൂടുതലും റിയൽ ലൈഫിനെക്കാട്ടിലും സോഷ്യൽ മീഡിയ ആണ് സ്ട്രഗിൾ തരാം. സൈബർ ബുള്ളിംഗ് ആണ് ഏറ്റവും കൂടുതൽ. സൈബർ ബുള്ളിങ്ങിൽ എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ താമസിക്കുമ്പോൾ ഹീസ് എ ഗേ, അതിനുള്ള ഐഡന്റിറ്റി? അത് ഞാൻ ഏറി പോകുന്ന ചോദ്യം ഞാൻ ചോദിച്ചത്. കാരണം ഗേ വേണോടി, ഞാൻ ഏറി പോയില്ല. നമുക്ക് ഒരിക്കലും ഇതായത് കൊണ്ട് മാത്രം ഇതെന്ന് പറയാൻ പറ്റില്ല. സി നമ്മള് പരസ്പരം ഉള്ള ഒരു ബോണ്ടിങ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന്റെ മെയിൻ. സഹോദരിയും സഹോദരനുമായിട്ടാണ് താമസിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ താമസിക്കുന്നത്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അഭിനയമായും സഹോദരി ബന്ധമായിട്ടും കാണാൻ പറ്റുന്ന ഒരു തലമുറ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബുള്ളിങ് ഒന്നും വളരെ വലുതായിട്ട് കാണൂല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അല്ല, ഈ സൈബർ ബുള്ളിങ്ങിൽ ഈ തലമുറയുടെ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞൊരു ദിവസം പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലല്ലേ? അതുകൊണ്ടാണ് പൊട്ടാസ് എന്ന് വിളിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു പിള്ളേർക്ക്, കുറച്ചായി പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരെണ്ണം ഞാൻ കണ്ടിരുന്നു. പിള്ളേരോട് പറയുന്നത്, എടാ നീയൊക്കെ പോയി 9ലും 10ാം ക്ലാസ്സിൽ പോയി പഠിച്ചിട്ട് വാടാ. ഈ കൊച്ചു പിള്ളേരോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇതിൽ 2 രീതിയിലില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ. അതായത് കൊച്ചു പിള്ളേർ മാത്രമല്ല സൈബർ ബുള്ളിങ് നടത്തുന്നത്. എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു കൊച്ചു പിള്ളേർ കുറെ കൂടെ നമ്മളോട് കൊച്ചുപിള്ളേര് മാത്രമല്ല, കൊച്ചുപിള്ളേരും ഉണ്ട്. കൊച്ചുപിള്ളേരുടെ ബുദ്ധിവികാസമുള്ള വലിയ പിള്ളേരും ഉണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക്
എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം ഒന്നും അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, പഠിക്കാൻ വിടുമ്പോൾ നമ്മൾ പഠിക്കാൻ പോവുക. ഞാനൊക്കെ എഡ്യൂക്കേഷൻ അത്രയും വില കൊടുത്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്റെ കുടുംബത്തിനെ രക്ഷിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിനൊരു മാതൃകയാകാനും എനിക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ഇന്നിപ്പോ ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ എഡ്യൂക്കേഷനാണ്. ഞാൻ അറിഞ്ഞിട്ടുള്ള അറിവുകളാണ്, ഞാൻ പഠിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളാണ്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സോ ഞാൻ ചെറുപ്രായത്തിൽ തൊട്ടേ എഡ്യൂക്കേഷൻ അത്രയും വാല്യൂ കൊടുക്കും. എന്നെ ഇപ്പൊ ഒരു കോളേജിൽ വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ വിളിച്ചാലും ഞാൻ അവിടുത്തെ പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വലിച്ചെറിയരുത്. കാരണം ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞ് വലിച്ചെറിയരുത്. അതിന് നമ്മൾ വേണ്ട വാല്യൂ കൊടുക്കണം. അപ്പം കിട്ടുന്നതൊക്കെ നോളജ് ആണ്. മറ്റേ സുരേഷ് ഗോപി പറയുന്ന പോലെ ഒരറിവും ചെറുതല്ല. നമ്മളെല്ലാം ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മുടെ ലൈഫ് ആരൊക്കെ നമ്മളെ ഏതൊക്കെ വഴിയിലോട്ട് ഒതുക്കി കളഞ്ഞാലും നമ്മൾ ഒതുങ്ങില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു റേജ് ആയിരിക്കും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള സംഭവം. വിദ്യാഭ്യാസത്തില് ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു ആക്ച്വലി IELTS മാഷാണെന്ന് അല്ലെങ്കിൽ ടീച്ചർ ഫാക്കൽറ്റി ആണെന്ന്, മാഷെല്ലാം ഫാക്കൽറ്റി ആണെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ട്രെയിനറാണ്. അപ്പം ഈ IELTS പഠിപ്പിച്ചിട്ട് അത് ശരിക്കും ഇപ്പൊ നല്ല എന്താ പറയുക ഭയങ്കര സ്കോപ്പുള്ള ഒരു സമയമാണിത്. കാരണം നമ്മുടെ യങ് ജനറേഷൻ പുറത്തോട്ട് പോകാൻ നിൽക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ലെവൽ? അതോ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ? എന്താണ്? ഞാൻ പറയട്ടെ, ബ്രാഗിങ് മൈസെൽഫ്, ഞാൻ പൊക്കിയടിക്കുകയല്ല. ഞാൻ SSLC ഫുൾ A+ ആണ്. നമ്മളെ കുറിച്ച് തന്നെ എനിക്ക് അങ്ങനെ പൊതുവെ പറഞ്ഞു ചേച്ചി പഠിക്കുന്നുണ്ടോ? 10ാം ക്ലാസ്സിലും +2ലും ഫുൾ A+ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് 4th റാങ്ക് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് നേരെ പഞ്ചാബിലേക്ക്. കാരണം ഇപ്പം എന്റെ വീഡിയോസിൽ വന്നിട്ടുള്ള ഒരു പുള്ളിയുണ്ട്, ഞാൻ സായിപ്പിന്റെ കുഞ്ഞെന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ട്. അപ്പം ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, പ്രോപ്പർ സ്ഥലമൊന്നും പറയില്ല. ബിക്കോസ് അവരൊക്കെ പ്രൈവസിന് അത്രയും വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അവരവരുടെ സ്പേസിനൊക്കെ. ആൻഡ് എന്റെ സോഷ്യൽ മീഡിയയിൽ ഇവൻ വന്നു കഴിഞ്ഞപ്പം ആൾക്കാർ എന്റെ ഇതിൽ കൂടെ പോയി തപ്പി കണ്ടുപിടിച്ച് അവന് പോയി ആ ഒരു സംഭവമാണ് എനിക്ക് വന്നോണ്ടിരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സായിപ്പും കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് വളയ്ക്കണം എന്നൊക്കെ നോക്കി ഐഡിയ കിട്ടാതെ റിക്വസ്റ്റ് മൊത്തം സായിപ്പ് കുഞ്ഞിന്റെ ഐഡിയ സായിപ്പ് കുഞ്ഞിന്റെ ഐഡിയ ആരോ ചോദിച്ചു ഒന്ന് തരാമോ കൊടുക്കാൻ വേണ്ടിയാണ്. അവനായിട്ട് എനിക്കൊരു 4 വർഷത്തെ പരിചയമുണ്ട്. 4-4.5 കൊല്ലമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് ഞാൻ 4 കൊല്ലം തൊട്ടേ കോണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് സംഭവം, എന്താണ് അവനൊരു ഇന്ത്യൻസിനോടൊരു ഇതുണ്ട്. കാരണം അവന്റെ ആൻസെസ്ട്രി ഇന്ത്യയിലാണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് അവൻ ഇന്ത്യൻസിനെ എക്സ്പ്ലോർ ചെയ്യാനും അറിയാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. സോ അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താണ് സംഭവം, എങ്ങനെയാണ് ലൈഫ് ഇതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു. ആ ഒരു സമയത്ത് അവൻ ആദ്യം എന്നെ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഇവൻ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഇവരുടെ ആക്സെന്റ്, അമേരിക്കൻ ആക്സെന്റ് എനിക്ക് ആ സമയത്ത് കിട്ടില്ല. കാരണം ഇപ്പൊ ഇത്രയും +2ല് ഫുൾ A+ അതും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന പറഞ്ഞാൽ ഞാനിങ്ങനെ ഒന്ന് ഇറക്കുമായിരുന്നു അറ്റ് എ പോയിന്റ്. ആ ഒരു സംഭവം ആ ഒരു സമയത്ത് ഇവൻ വിളിച്ചു, ഞാൻ കോൾ കിട്ടിയത് ഞാൻ ഓടിക്കളഞ്ഞു. ഞാൻ ഈ സ്ഥലത്തിന് ബ്ലോക്ക് ആക്കണം, ഇയാൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ക്വാറന്റീൻ എന്നല്ല പറയണത്, അവര് ക്വാറന്റീൻ എന്നൊക്കെ പറയുള്ളൂ. സോ ആ സംഭവം വരും, ഇങ്ങനെ പോയിട്ട് സംസാരിക്കേണ്ടി വരും. പൊള്ളുന്നെന്തെങ്കിലും വാലിട്ടുള്ള സംസാരിക്കാൻ ഇല്ല. പക്ഷെ പുള്ളി എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു, എൻകറേജ് ചെയ്തു. കാരണം അറിയാത്തൊരു ലാംഗ്വേജ്, അത് ലാംഗ്വേജ് അറിയാം പക്ഷെ പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. പുള്ളി എന്ന ഒരു മോട്ടിവേഷനിൽ ഞാൻ പിന്നെ ഒരു ടച്ചിന് സംസാരിച്ചു. പിന്നെ എനിക്കൊരു സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ്, കഴിവ്, ഇതുപോലെ ലാംഗ്വേജ് ഇതൊക്കെ എവിടെന്നെങ്കിലും കിട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് 101% ഞാൻ ഉപയോഗിക്കും. സോ ഐ ടുക്ക് ഇറ്റ് ആസ് എ ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ എടുത്തിട്ട് പുള്ളിയെടുത്ത് സംസാരിച്ച് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആണ്. ആ ഒരു സമയത്ത് ഞാൻ IELTS പഞ്ചാബിൽ പോയത് 2.5 years മുമ്പാണ്. ആ ഒരു സമയത്ത് തൊട്ടേ എൻ്റെ അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിരുന്നു. അപ്പം അവിടെ IELTS എൻ്റെ ഫ്രണ്ട് വഴിയാണ് അവിടെ. ഞാൻ ചുമ്മാ ചോദിച്ചു, എടാ ഇങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഞാൻ വരട്ടെ പഞ്ചാബിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് പറയാന്ന് പറഞ്ഞു. ഞാൻ ഗോദ സിനിമ തലേ ദിവസം എടാ അവിടെ പാല് പോലെ വെളുത്തിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഓക്കെ ശരി ഇതേ വരുന്നു. ഇല്ല ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി വേണം. നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ കിടന്ന് മെഴുകുകയാണ്, കയ്യിൽ കാശുമില്ല എന്ന് പറഞ്ഞ ഒന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് മാനേജറെ രാത്രി വിളിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ഇത് പ്രാങ്ക് കോൾ ആണോ, ആരും ഇംഗ്ലീഷിൽ ഭയങ്കര സംസാരം. അപ്പൊ ഞാൻ തിരിച്ചും
ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു സെലക്ടഡ് ആണ്, ഫ്ലൈറ്റ് വേണം ട്രെയിൻ വേണം എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് കയറിയില്ല, അതുകൊണ്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ ഇങ്ങോട്ട് പോയിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 1 year നിന്നു. ബട്ട് പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ വളരെ എന്തൂസിയാസം ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷേ ഞാൻ ശരിയാക്കി തരാം. ഇല്ല, എനിക്ക് ടീച്ചിങ്ങിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്റ്റുഡൻസ് ഒക്കെ ദേ വർ സോ മച്ച് ഇൻ കമ്പനി വിത്ത് മീ. ബട്ട് അവിടുത്തെ ആളുകളും അവരുടെ ബിഹേവിയറും അവരുടെ ഒരു പാറ്റേണും ഒക്കെ ഉണ്ട്. അത് നമുക്കല്ല, ബേസിക്കലി എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒത്തിരി പൊളൈറ്റ് ആണ്. അപ്പം ഞാനത് എക്സ്പെക്ട് ചെയ്യും, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ വിശ്വസിക്കണം പൊളൈറ്റ് ആണ്. വീഡിയോ കാണാറുണ്ട് എന്നോട്. അല്ല, ഞാൻ ഇന്ററപ്റ്റ് ചെയ്തല്ല, ഞാൻ വിശ്വസിക്കണം എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാര്യമുണ്ട്. വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ വേറൊരാളാണ്. അതാണ് നമ്മൾ സോഷ്യൽ ലോകത്തിന് കൊടുത്തേക്കുന്ന പൊട്ടാസ് ഐഡന്റിറ്റി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ പേര് വെളിപ്പെടുത്തേണ്ട, എന്നെ അതുപോലെ അറിഞ്ഞാൽ മതി. ക്യാമറക്ക് മുമ്പിൽ വരുമ്പോൾ എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. സോ അത് വെച്ചിട്ട് എനിക്ക് അറിയണം. എനിക്കൊരു സ്റ്റേജ് നെയിം പോലെ ഞാൻ തന്നെ കൊടുത്തിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മളെ സ്റ്റേജിൽ കൊണ്ടുപോയി പെർഫോം ചെയ്യിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന സംഭവം. അതിനുശേഷം ഈ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു, പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. കാരണം എനിക്ക് അവിടെ നിന്നിട്ട് ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആയി തുടങ്ങി. ആങ്സൈറ്റി ഡിസോർഡർ വന്നു. പിന്നെ എനിക്ക് ഓൾറെഡി OCD ഉണ്ട്. അപ്പോ അവിടെ നിന്നിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ആകെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. ആൻഡ് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഐ എം ബോൺ ടു ബി എൻ എന്റർടൈനർ. എൻ്റെ ഒരു ബ്ലഡിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചളിയടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഡാൻസ്, പാട്ട്, അഭിനയം, ഇതൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു മൈൻഡും എൻ്റെ ഒരു ഹാർട്ടും അതിലേക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ നിന്നിട്ട് എന്റർടൈൻ ചെയ്യാൻ ആരുമില്ല, ഞാനും എന്റർടൈൻഡ് ആവുന്നില്ല, പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നാ മതി. സുരാജിന്റെ ഡയലോഗ്, ഒരു കല്ല് കിട്ടണം കുട്ടിക്ക് എന്റർടൈൻ കിട്ടുന്നില്ലേ, അങ്ങനെ. പിന്നെ എന്നിലെ കോഴി, സത്യം പറഞ്ഞ സായിപ്പും കുഞ്ഞിന്റെ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നീടാണ് ഞാനിങ്ങനെ ഒരു ഗോപികയിലേക്കൊക്കെ എത്തുന്നത്. ആക്ച്വലി എന്നിലെ കോഴി ഉണർന്നു 2-3 വട്ടം. അല്ല, ഫാമിലി, സ്വന്തം ഫാമിലിയെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? കാരണം ഇങ്ങനെ പഠിച്ചു പോയ മകനെ കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ കാണുമ്പോൾ അവര് ആക്ച്വലി ഐ ബിലീവ് ദേ ആർ പ്രൗഡ് അറ്റ് എ പോയിന്റ്. പക്ഷെ അവര് ഡിസപ്പോയിന്റഡും ആണ്. കാരണം അവരെന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒന്നെങ്കിൽ ഒരു ഡോക്ടർ ആവും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവും, ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആവും എന്നൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു വൈറ്റ് കോളർ ജോബാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആർക്കും വേണ്ടി ജീവിക്കാനല്ല, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ്. സോ ഞാൻ എന്താണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അവന്റെ അമ്മയച്ഛനൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 90s ബാക്കിലുള്ള പേരൻസ് ഇപ്പോ കുറെ കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് എക്സാമ്പിൾ എന്റെ അമ്മയാണ്. കാരണം അമ്മയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അത് എന്തുകൊണ്ടാന്ന്. അവരൊക്കെ ഒത്തിരി പഴകിയ ആൾക്കാരാണ്. പക്ഷെ അമ്മക്ക് പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്റെ മോൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, അപ്പൊ അവൻ ആ വഴിക്ക് വിടണം എന്നുള്ളൊരു സംഭവം അമ്മയുടെ ആ ഒരു റെസിപ്രൊക്കേഷൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അമ്മ അതിങ്ങോട്ട് പറയാതെ തന്നെ ഓക്കെ അവൻ എവിടെ കിടന്നാലും ജീവിച്ചു പൊക്കോളും, സോ അവന്റെ വഴിക്ക് വിടുന്നതാണ് നല്ലതെന്നുള്ളൊരു സംഭവം അമ്മയുടെ ആ ഒരു തോട്ട് പ്രോസസ്സും അമ്മയുടെ ബിഹേവിയറും എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ സ്ഫടികം പോലൊരു സിനിമ കണ്ട് തിലകനോട് നമുക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ദ എറഗന്റ് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു കാലത്ത് അങ്ങനെ വളർന്ന ഒരു പേരന്റും കൂടി ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. അതായത് അവരുടെ നെക്സ്റ്റ് തലമുറയിലേക്ക് അത് കൊടുക്കാതെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ട്രോമ അവരുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് പുതിയ തലമുറയ്ക്ക് അവരുടെ ഫ്രീഡം കൊടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഞെട്ടലുള്ള കാര്യം അതാണ്. ഞാൻ മെസ്സേജിന്റെ കാര്യം ചോദിച്ചത്. പണ്ട് കാലത്ത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെൺകുട്ടിയുടെ അടുത്ത് ആണുങ്ങൾക്ക്, നമ്മൾ പെൺകുട്ടികൾ ആണുങ്ങളുടെ അടുത്ത് കൂടെ പോയി സംസാരിക്കൂലല്ലോ, സംസാരിക്കാൻ പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിലത് വലിയ പ്രശ്നമായിട്ടായിരിക്കും അറിയുന്നത് അല്ലേ? എന്തുമാത്രം പ്രശ്നമായിട്ട് നടക്കും. ഇപ്പൊ സ്കൂളിലെ പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് ഫ്രീ ആയിട്ടാണല്ലേ, എന്ത് രസമാ. കാരണം ജെൻഡർ ഇല്ല അവിടെ. സൗഹൃദങ്ങൾക്കാവട്ടെ, റിലേഷൻഷിപ്പില്, ഇപ്പം എന്ത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അതിനൊരു ജെൻഡർ ഇല്ല എന്നുള്ളത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജെൻഡർ നമ്മളുടെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ നമ്മളെയും നാളെ കുറേയിട്ടും പറയുമായിരിക്കും. പക്ഷെ എങ്കിൽ കൂടിയും ആ കുട്ടികളുടെ തലമുറ ഇത് പറഞ്ഞ പോലെ വിഷം ഇട്ടിട്ടില്ല. അതൊരു സൂപ്പർ സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പേരൻസിന്റെ കാര്യം ചോദിച്ചത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അനിയൻ,
അപ്പൂപ്പൻ പിന്നെ ചേച്ചി. ഇപ്പൊ ചേച്ചി സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ പെങ്ങളെ കെട്ടിക്കണ്ടേ? കല്യാണാലോചന കൊണ്ടുപോവാ, ആലോചന കൊണ്ടുപോവാ. അതന്നെ പെങ്ങളൊക്കെ തന്നെ കെട്ടിപ്പോക്കോളും. ഇത് ഞാൻ മനഃപൂർവ്വം എന്നെ കെട്ടിക്കാത്താന്ന് പറയാം. ഇവന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇനിയിപ്പോ അങ്ങ് വരെ വരണ്ടേ, കെട്ടിച്ചു വിട്ട് വീട്ടിൽ വരെ വരണമല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം ഇവൻ കല്യാണം ആലോചിക്കാത്തത് ഇഷ്ടമാണ്. അല്ല, ആ പറഞ്ഞതില് പെങ്ങളെ കെട്ടിക്കാനാണോ ഒരു അനിയൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് മാറണം. ഞാനത് പറഞ്ഞു. കാരണം പെങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പെങ്ങളെ സ്വന്തം കാലിൽ നിന്ന് പെങ്ങളെ കെട്ടിപ്പോക്കോ, ഇനി അത് കാര്യം പറഞ്ഞ് എന്നെ കെട്ടിക്കണ്ട. അതിനാണ് മനസ്സിലായി എനിക്ക്. സോറി പൊട്ടാസൻ, ഞാനൊരു 90s വസന്തമായി പോയി. അല്ലെ മനുഷ്യനല്ലേ ശരിക്കും പറഞ്ഞത് നിങ്ങൾ രണ്ടൊരു തള്ള വൈബ്. അതെ 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 അതെ, കിട്ടണത് നല്ലത് മേടിച്ചു കൂട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് നമ്മള് തള്ളവരുന്നത് ഇപ്പൊ നിങ്ങളുടെ മേടിച്ചു കൂട്ടാൻ വേണ്ടി ഞാൻ സന്തോഷം. അല്ല, ഈ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പം എന്റെ താല്പര്യം ഇതാണ്, ആളുകളെ എന്റർടൈൻ ചെയ്യുക, അല്ല സ്റ്റേജ് ചെയ്യുക. ഇത് ചെറുതിലേ ഉണ്ടായിരിക്കാം. ചെറുതിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചെറുതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ പാഠപുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ച് എനിക്ക് ആകെ 54 പിള്ളേർ എന്റെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. എനിക്ക് ആകെ 2 പേരെ അറിയുള്ളൂ. പിള്ളേർ ഇപ്പോഴും ഉണ്ട്. വേറെ ആരുടെയും പേര് പോലും എനിക്ക് മര്യാദക്ക് അറിയില്ല. അവരിപ്പോഴും ഉണ്ട്. ഇടക്കും വല്ലപ്പോഴും 2 പേരുണ്ടാകെ. വേറെ ആരും ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഗ്രൗണ്ടിൽ പോലും ഇറങ്ങി ഓടിയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇല്ലേടാ? പക്ഷെ ഞാൻ എങ്ങനെ ഇവൻ ഇത്ര എക്സ്ട്രോവേർട്ട് ആയിന്ന് അറിയാൻ പാടില്ല. എന്താണ് അങ്ങനെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ പഠിച്ച ഒരു ബോയ്സ് സ്കൂളിലാണ്. സോ അവിടെ ഭയങ്കര ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല, അത് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എങ്ങനെ അത്ര എക്സ്ട്രോവേർട്ടായി മാറി. കാരണം അന്ന് എനിക്ക് കുറെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അന്ന് ടീച്ചേഴ്സ് ആണ്. ഞാൻ പോയി എന്റെ വിഷമങ്ങൾ പറയുന്നതും എന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതും ടീച്ചേഴ്സിന്റെ അടുത്ത്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് പിള്ളേരൊക്കെ എന്റെ അടുത്ത് വന്ന് ഡൗട്ട് വയ്ക്കും. അപ്പൊ എനിക്കുള്ളിൽ ഒരു ഈഗോ ഓൾറെഡി ഡെവലപ്ഡ് ആവുന്നുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യനോ ഡൗട്ടോ ചെന്ന് ചോദിച്ചാൽ ഞാൻ അത്ര പഠിക്കാത്ത ആളാണെന്ന് ചിലപ്പോൾ ഇവര് തിരിച്ചറിയും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഞാൻ എല്ലാവരും ഇരുത്തി പഠിപ്പിക്കും. അങ്ങനത്തെ ഒരു സംഭവം. ഇന്റർവേർട്ട് ആയത് മേ ബി ആ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ബോയ്സ് സ്കൂളിൽ പഠിച്ചിട്ട് പെട്ടെന്ന് എനിക്കൊരു ഗേൾസ് ആൻഡ് ബോയ്സിലേക്കുള്ള ഒരു എക്സ്പോഷർ കിട്ടി. അപ്പോ അവര് കുറേ കൂടെ നോൺ ജഡ്ജ്മെന്റലും ആക്സെപ്റ്റിംഗും ആയിരുന്നു ആ ഒരു കാര്യത്തില്. സോ ഞാൻ ആ സമയത്ത് ഹൈലി ഇങ്ങനെ എക്സ്ട്രോവേർട്ടഡ്. എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. മേ ബി അത് നമ്മളുടെ ഒരു ലൈഫ് ചേഞ്ചിങ്, നേരത്തെ പറഞ്ഞൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നിരിക്കും. ഞാൻ ആ സ്കൂളിൽ പോയതും പുതിയ സ്കൂളിലേക്ക് വന്നതും പഠിച്ചതും പുതിയ ആൾക്കാരെ കണ്ട് ലൈക്ക് നമ്മൾ അത് അവരായിട്ട് മിങ്കിൾ ആയിരുന്നു. എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ആണ് 10th കഴിഞ്ഞ് +1 +2 പോകുമ്പോൾ പിള്ളേർ എന്നെ അക്സെപ്റ്റ് ചെയ്യോ. ഐ മീൻ ഞാനിങ്ങനെ പഠിക്കുന്നതാണ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എന്റെ കുടുംബമാണെങ്കിൽ ഒരു ദാരിദ്ര്യം പിടിച്ച കുടുംബമാണ്. അപ്പം ഇവർ ചെന്ന് കഴിയുമ്പോൾ ഇവരെന്നെ ജഡ്ജ് ചെയ്യോ. ബട്ട് അവരൊക്കെ ചോറ് തുറന്നു വെച്ചാൽ കൈട്ട് വാരി കൊണ്ടുപോകുന്ന പിള്ളേരാ. അപ്പൊ എനിക്ക് മനസ്സിലായോ ഇതൊക്കെ എന്റെ പോലെ തന്നെ എല്ലാം കൂതറാണ്. വരെ കൂതറേനെ ഞാൻ ഉള്ളിൽ അല്ലെ. ഈ ദാരിദ്ര്യം പിടിച്ച വീട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ അത് ദാരിദ്ര്യം എന്നാണോ? ദാരിദ്ര്യം എന്നെ സംബന്ധിച്ചതായിരുന്നു. കാരണം ഭക്ഷണത്തിനൊക്കെ മുട്ടുണ്ടായിരുന്ന സമയത്ത് അതിന് ഞാൻ ദാരിദ്ര്യം എന്ന് വിളിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. നമ്മൾ ഇപ്പൊ ഞാൻ അങ്ങനെ ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിലെ അല്ലെങ്കിൽ ഞാനും ഒരു സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് തന്നെ വന്ന. അപ്പൊ എന്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് പഠിച്ചു നല്ലൊരു ജോലി. കാരണം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജോലി ചെയ്ത് കാശുണ്ടാക്കി കുടുംബം പിന്നീട് നമുക്ക് നോക്കാന്നുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഈ പഠനം മുഴുവൻ. ഈ പറഞ്ഞ പോലെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എവിടെ ചെന്നാലും ഞാൻ എന്നെ തന്നെ കുറച്ച് കാണരുത്. അല്ലെങ്കിൽ ബാക്കി ഇപ്പൊ ഞാൻ തമാശക്ക് വേണ്ടി എന്നെ തന്നെ ട്രോളാറുണ്ട്, അത് വേറെ. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളൊരു ഇൻസെക്യൂർഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളായിട്ട് കാണുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്കുള്ളിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഒരിക്കലും എന്നെ ആൾക്കാരങ്ങനെ കാണാനും പാടില്ല, ഞാൻ ആ രീതിയിൽ നിന്ന് കൊടുക്കാനും പാടില്ല. എന്നെ ജഡ്ജ് ചെയ്യേണ്ടത് ഞാൻ പറയുന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടിട്ടായിരിക്കണം ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന് ഞാൻ അത്രയും വാല്യൂ കൊടുത്തത്. പിന്നെ ആ സമയത്ത് ഇതുപോലെ ഈ പറയുന്ന 54 പേരിൽ 52 പേരും ഞാനും, അപ്പൊ 3 ഒഴിച്ച് 51 പേരും എന്നെ അവരൊരു അഡ്മയർ ചെയ്യുന്നുണ്ടോ, ഇവൻ നല്ല പഠിക്കുന്നവനാണ്, ഇവന്റെ അടുത്ത് എത്ര മെസ്സപ്പ് ചെയ്യണ്ടെന്നുള്ളൊരു സംഭവം അവരുടെ. അപ്പം അവരെന്നെ ആ ഒരു വഴിക്ക് വിടും. സോ ഞാൻ എന്റെ ഒരു വേൾഡിലാണെന്ന് ഞാൻ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പഠനം ഇത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഈ പറഞ്ഞ
ഇപ്പൊ ഈ തുപ്പൽ പൊട്ടാസായി മാറിയപ്പോ ബാക്കി 52 പേര് വിളിക്കാറുണ്ടോ? മെസ്സേജ് എങ്കിലും അയക്കാറുണ്ടോ? 1-2 പേര് വീഡിയോ കാണാറുണ്ട്, ഒന്ന് കെട്ടിപ്പിടിക്കും. മറ്റേ ഓക്കെ നമ്മൾ എവിടെയോ 10ാം ക്ലാസ്സിലുള്ളവരൊക്കെ കെട്ടിപ്പിടിക്കുമ്പോ നീ ഏതാണോ ഈ ഇന്റർവ്യൂ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് പേര് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇവനെ ആഡ് ചെയ്യുക. 10ാം ക്ലാസ്സിന്റെ റീവിഡിയും ഗ്രൂപ്പിൽ ഇവർ ആഡ് ചെയ്യും. ഇല്ല, ഞാൻ ഇറങ്ങിപ്പോരും. ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര റിബല. കാരണം ആ സമയത്ത് നമ്മളെ കൂടെ ചേർക്കാത്തവർ ഇപ്പോഴും വേണ്ട. നമ്മളൊരു പൊസിഷനിൽ എത്തിയിട്ട് നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് എനിക്ക് പറ്റുന്ന ഒരു സംഭവം. അല്ല, അത് 2 രീതി വായിച്ചൂടെ? പഠിപ്പികളെ ഞങ്ങൾ ആരും പഠിപ്പിക്കാറില്ല, അത് വേറൊന്നും കൊണ്ടല്ല. അവരെങ്ങാനും പഠിക്കുന്ന വല്ല കാര്യം ചോദിച്ചാൽ നമുക്കറിയില്ല. അവര് മാർക്ക് പറഞ്ഞിട്ട് അല്ല, ഇത് പഠിത്തത്തിന്റെ ബേസിസിലല്ല, നമ്മളുടെ ബിഹേവിയറിന്റെയും ആറ്റിറ്റ്യൂഡിന്റെയും പിന്നെ എന്തൊക്കെയോ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചെറിയ ട്രോമാസ് ഒക്കെ ആയിരുന്നു. എറണാകുളത്ത് എവിടെയാ വീട്? പള്ളുരുത്തി. പള്ളുരുത്തി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ അമ്മ കണ്ടിട്ട് അതിന്റെ ഇത് വായിക്കാറുണ്ടോ? കമന്റ്സ്? അമ്മ കമന്റ്സ് വായിക്കാറുണ്ടോന്ന് എനിക്കറിയില്ല. അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ വായിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇവന്റെ കമന്റ് ബോക്സിലോട്ട് കേറാൻ കൊള്ളുള്ളൂ. അമ്മയടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവന്റെ കമന്റ് ബോക്സിലോട്ട് കേറാൻ കൊള്ളൂല, എന്തൊരു പിള്ളേരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര ഫണ്ണാണ്. അച്ഛൻ അതൊന്നും അത്ര ഹാർട്ടിലേക്ക് എടുക്കുന്ന ടൈപ്പല്ല. അച്ഛൻ അവർക്കറിയാം ഞാനൊരു ഉരുളക്കിഴങ്ങാണ്, ഞാൻ ഏത് കറിയിലിട്ടാലും ആക്കരുടെ രുചി പിടിക്കുമെന്ന് അറിയാം. ഞാൻ എവിടെ ചെന്നാലും ജീവിച്ചു പോകുന്ന അറിയാം. അപ്പൊ അവർക്ക് അങ്ങനെ കെയറിങ് ഇല്ല. പക്ഷെ അനിയന്റെ കാര്യത്തിൽ ഹൈലി കൺസേൺഡ് ആണ് അച്ഛനും അമ്മയും. അവനിങ്ങനെ മുത്തേ പാലേ ചക്കര എന്നൊക്കെയുള്ള രീതിയിൽ കൊണ്ടുനടക്കുള്ളൂ. പക്ഷെ എന്നെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണ്. എന്റെ അമ്മ യൂട്യൂബിൽ വന്നിട്ട് അമ്മയുടെ പേരുള്ളൊരു ഇതുണ്ട്, യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടല്ലോ, നല്ല ബോറ്, നല്ല ബോറ് കുത്ത്, അത് കാണും പറയാം. നല്ല ബോറന്നല്ലേ? അല്ല അല്ല, നല്ല രസമാണ്. ഈ പറഞ്ഞ പോലെ അമ്മയിൽ നിന്ന് തന്നെ നമുക്ക് അമ്മ ഭയങ്കര, ഞാൻ ആക്ച്വലി ലക്കിയാണ് അങ്ങനെ ഒരു അമ്മേനെ കിട്ടാൻ. അത്രയും സാക്രിഫൈസ് ചെയ്യുന്ന, അത്രയും വേദന സഹിക്കുന്ന, നമ്മൾക്ക് വേണ്ടി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന. എന്തുണ്ടെങ്കിലും ഞാനിപ്പം എവിടെയെങ്കിലും ഒക്കെ പോവാൻ റഷിൽ ഓടി. കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അമ്മ ഒരു കേക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ അത് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്ക് എന്താ അമ്മേനെ അവിടെ വിഷമിപ്പിച്ച പോലെ തോന്നി. ഞാൻ കുറെ ദേഷ്യപ്പെട്ടു. കാരണം അരമണിക്കൂറിൽ എനിക്ക് പള്ളുരുത്തിന്ന് വൈറ്റിലെത്തണം. അവിടെ നിന്ന് എനിക്ക് ബസ്സാണ് ബാംഗ്ലൂരിന്റെ. അപ്പൊ അമ്മ മേടിച്ച കേക്ക് ഞാൻ സമാധാനത്തോടെ ഒന്ന് മുറിക്കണോ, ബസ്സിലേക്ക് ഓടി കയറണോ? അപ്പം എവിടെയൊക്കെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഐ എം റിയലി സോറി. ഞാൻ പബ്ലിക് വീഡിയോയിൽ വന്നിട്ട് സോറി പറയാണ്. അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മേനെ മനസ്സിലാക്കണം, എന്റെ സിറ്റുവേഷൻ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അമ്മമാർക്ക് തള്ള ചവിട്ടിയ പിള്ള കേടില്ലെന്ന് പറഞ്ഞാൽ പിള്ള ചവിട്ടിയ തള്ളക്ക് കേടില്ലാണ്ട് വരുമെന്ന് കഴിയുമ്പോ അറിയാം. അല്ല, ഇത് കഴിയുമ്പോ നീ അതായിരുന്നല്ലേടാ. ഇല്ലടാ, ഞാൻ അപ്പൊ തന്നെ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത്. അപ്പൊ അമ്മ അങ്ങ് ചിരിക്കും. അമ്മ അതപ്പൊ തന്നെ മറന്നു. അമ്മ അതങ്ങനെ മനസ്സിൽ വെക്കുക ഉണ്ടാവും. ഞാൻ അമ്മയെ തമ്മിൽ വലിയ അടിയാവും. എന്റെ കരിയറിന്റെ കാര്യത്തിലായാലും പഠിക്കുന്നതിന്റെ അതിന്റെ കാര്യത്തിലായാലും ഭയങ്കര അടിയായിരിക്കും. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞങ്ങള് പുറത്തുള്ളവർ ചോദിക്കും, നിങ്ങൾ അടിയായിരുന്നില്ലേ? അതെന്റെ ക്ലോസ് ഫ്രണ്ട്സിലുള്ള എല്ലായിടത്തും അങ്ങനെ. ഞാൻ ആ ഒരു ഈഗോ ആരുടെ മെയിൻറ്റെയിൻ ചെയ്യില്ല. അത് ഞാൻ പറഞ്ഞു, ഞാൻ പൊളൈറ്റാന്ന് പറയാൻ കാര്യം എന്റെ ക്ലോസ് ഫ്രണ്ട്സിലുള്ളതാണ് ഞാൻ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കുള്ള ഞാൻ അതാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പുച്ഛിക്കുന്ന, അഹങ്കരിക്കുന്ന, ജാടയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും വളരെ കൂളായിട്ട് എടുക്കുന്ന ഒരാളായിരിക്കും. അതല്ലാതെ ഒരു പൊട്ടാസ് ഉണ്ട്.